ദില്ലി കത്തിക്കാനും പാർലമെന്റ് പീരങ്കി വെച്ച് പൊട്ടിക്കാനും പോയ പാറ്റകൾക്ക് പിന്തുണ കൊടുത്ത് സർക്കാരിനെ വീഴ്ത്താൻ പോയവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ആരംഭിക്കുന്നു. ദില്ലി പോലീസ് 15 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 3000-ഓളം ആളുകൾക്കെതിരെ കേസ് വരുന്നു. ഇപ്പൊ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത 126 പേർ മലയാളികൾ പ്രതികളാകും എന്ന് ഏറ്റവും പുതിയ വാർത്ത വരുന്നുണ്ട്. 126 പേർ എന്ന് പറയുന്നത് എങ്ങനെ കൃത്യമായി അറിഞ്ഞു എന്ന് ചോദിച്ചാൽ വഴിയെ പറഞ്ഞു തരാം. 126 പേരിൽ ദില്ലിയിൽ താമസിക്കുന്നവരുണ്ട്. ദില്ലിയിലെ വിവിധ സർവകലാശാലകളിൽ ജാമിയ മിലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, JNU തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ, ഇടതുപക്ഷക്കാർ, ഐസ, ASF, SFI, പിന്നെ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ, ഇവരിൽപ്പെട്ട വിദ്യാർത്ഥികൾ, പിന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്ന് വണ്ടി പിടിച്ചു പോയവർ, ഇവരൊക്കെ പ്രതികളാവും. ഇവരെയൊക്കെ എങ്ങനെ കണ്ടെത്തി എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾ അറിയാത്തൊരു കാര്യമാണ്. ഇതുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്ത കേട്ടില്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ചില MLA-മാരെ വിളിക്കുന്നു. 2 കോടി രൂപ തന്നാൽ നിങ്ങളെ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറിയാണ് എന്ന തരത്തിലൊക്കെയാണ് വിളിക്കുന്നത്. കേരളത്തിൽ ചില MP-മാർക്കും വന്നു കേട്ടോ. അങ്ങനെ മുതിർന്ന ഡൽഹിയിലെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന പാർട്ടിയുടെ മുതലാളിമാരായിട്ടിരിക്കുന്ന ആളുകളുടെ പേരിൽ വിളിക്കുന്നു. കോടികൾ തന്നാൽ നിങ്ങളെ മന്ത്രിയാക്കാം എന്ന് പറയുന്നു. ഇങ്ങനെ വിശ്വസിച്ച് പണം കൊടുക്കാൻ തയ്യാറായിരുന്നേ ആ കാശ് പോയത്. ഏതായാലും ആ കേസിലെ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം നല്ല രീതിയിലുണ്ടായ കണക്ക് കാണിക്കാവുന്ന പണമായതുകൊണ്ട് പറയാൻ പറ്റാത്ത പണമാണ്. ഒരു സെലിബ്രിറ്റിക്ക് ഇതുപോലെ കുറേ നാൾ മുമ്പ് ദില്ലിയിൽ നിന്നൊരു ഫോൺ വന്നു. ഇതേ സംഘം വിളിച്ചതാണ്. BJP-യുടെ പേരിലാണ്. ഇത്തവണ പ്രിയങ്കയുടെ സെക്രട്ടറിയുടെ പേരിലാണെങ്കിൽ അത് BJP-യുടെ പേരിലായിരുന്നു. BJP നിങ്ങളുടെ കേരളത്തിലെ ഇടപെടൽ കണ്ട് വളരെയധികം സംപ്രീതരായിരിക്കുന്നു. നിങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അറിയില്ലേ, നമുക്ക് PT ഉഷയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അതുപോലെ കേരളത്തിൽ വലിയ തരംഗമുണ്ടാക്കിയ, വലിയ ആസ്വാദകരെ ഉണ്ടാക്കിയെന്ന് അവർ കരുതുന്ന, ജനമൊന്നും അംഗീകരിച്ചിട്ടില്ല ആളാണ് നിങ്ങൾ എന്നതുകൊണ്ട് നിങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് കോൾ വന്നു. ഇവർ പരിശോധിച്ചപ്പോൾ ഇത് ഒറിജിനലാണെന്ന് തോന്നി. പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞാൽ വിളിച്ചത്. നമ്മൾ പാർലമെൻറ്റിൽ വെച്ച് കാണാറുണ്ടോ എന്ന് MP-മാരോട് പറഞ്ഞു. അത്രയും കൃത്യമായി സംസാരിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ MP-മാരെ MLA-മാരെയും വീഴ്ത്താൻ ശ്രമിച്ചത്. അതുപോലെയുള്ള ചില നമ്പറുകളിട്ട് വിളിച്ചപ്പോൾ കേരളത്തിലെ ഈ സെലിബ്രിറ്റി കൊച്ചമ്മ അങ്ങ് ഭ്രമിച്ചു പോയി. എന്നിട്ട് സെലിബ്രിറ്റി കൊച്ചമ്മ 2 കോടി രൂപ അയച്ചു കൊടുത്തു. 2 കോടി പോയി. ഫേക്ക് കോളായിരുന്നു. ഇപ്പോൾ വിളിച്ചവന്മാർ തന്നെയാണ്. അന്നു മുതൽ ഈ സെലിബ്രിറ്റി കൊച്ചമ്മയ്ക്ക് BJP എന്ന് കേട്ടാൽ ദേഷ്യമാണ്. BJP ഒന്നും അറിഞ്ഞിട്ടില്ല. BJP-യുടെ പേരും പറഞ്ഞ് വ്യാജ വിളിച്ചതാണെങ്കിലും കൊച്ചമ്മയ്ക്ക് പിന്നെ BJP, മോദി എന്നൊക്കെ കെട്ട കലിയാണ്. പച്ചയ്ക്ക് കത്തിക്കണം മോദിയെ, BJP-ക്കാരെ എന്ന് പറയുന്ന ഈ കൊച്ചമ്മയും ഡൽഹിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെലിബ്രിറ്റികളായിട്ട് അവിടെ പോയ ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് പണി കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലേ, രഞ്ജിനി ഹരിദാസിൻ്റെ പ്രസംഗം കേട്ടായിരുന്നു വീഡിയോയിൽ? അവിടെ 12 വയസ്സുള്ള കുട്ടിയെ വരെ തല്ലിച്ചതച്ചു. എന്നിട്ട് ഒരു ട്രക്ക് നിറയെ ദില്ലി പോലീസ് കല്ല് കൊണ്ടുവന്നിരുന്നു. എന്തിനാണെന്നറിയോ? വിദ്യാർത്ഥികളെ എറിയാൻ. വിദ്യാർത്ഥികൾ താടിയും മുടിയും വെള്ളം ലൈറ്റിയും ധരിച്ച് വന്ന വിദ്യാർത്ഥികളെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ കാണിച്ചത് ഗുണ്ടകളാണ്, കലാപകാരികളാണ്, നക്സലൈറ്റുകളാണ്, ചന്ദ്രശേഖർ ആസാദിൻ്റെ ഭീമാർട്ടിയുടെ പ്രവർത്തകരാണ്, ജമായത്തെ ഇസ്ലാമിക്കാരാണ്, മുസ്ലിം ഭീകരന്മാരാണ്. അവരൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത പാറ്റകളെന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർക്ക് അടികിട്ടിയതിൽ നോവുന്ന ഈ സെലിബ്രിറ്റി രഞ്ജിനി ഹരിദാസ് എന്താ പറഞ്ഞെന്നറിയോ? ഡൽഹി പോലീസ് ഒരു ട്രക്ക് നിറയെ, ഒരു ടിപ്പർ നിറയെ കരിങ്കല്ല് കൊണ്ടുവന്നിരുന്നു ഇവരെ എറിയാനെന്ന്. തെളിയിക്കേണ്ടി വരും. മിക്കവാറും ഈ സമരത്തിൽ പോയി പങ്കെടുത്ത ആളുകൾ മാത്രമല്ല, സമരം കത്തിച്ചു വിടാൻ ദില്ലി പോലീസിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയ ആളുകളും കുടുങ്ങും. അങ്ങനെയാണെങ്കിൽ രഞ്ജിനിക്ക് കുറച്ചു കാലം ദില്ലിയിൽ കഴിയാനുള്ള യോഗമുണ്ടാകും. ദില്ലി പോലീസിന് ഈ കരുണ തോന്നി. ഇനി ചില ആളുകളുണ്ടല്ലോ, നമ്മുടെ കൂടെ കൂടിയാൽ നമ്മൾ അനുഭവിക്കും എന്ന് പറയുന്നത് പോലെ, ഇനി രഞ്ജിനിയെ പിടിച്ച് കേസിലാക്കി തീഹാറിലടച്ചിട്ട് തീഹാർ ജയിലിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി ചിലപ്പോൾ വിട്ടേക്കാനും സാധ്യതയുണ്ട്. ഏതായാലും കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ലതല്ല. ഇനി പോലീസിൻ്റെ ഊഴമാണ്. ഞാൻ ഇന്നലെ
2-3 തവണ പറഞ്ഞു, പോലീസിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തെ അടിക്കലാണ്. നിങ്ങൾ സിസ്റ്റത്തെ അടിച്ചു, സിസ്റ്റത്തെ ഒന്ന് ഉലച്ചു. 130 പോലീസുകാർ പരിക്കിലാണ് എന്ന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 15 എഫ്ഐആറിൽ പറയുന്നുണ്ട്. 130 പോലീസുകാർ ആക്രമിക്കപ്പെട്ടു, 50-ലേറെ വാഹനങ്ങൾ തകർക്കപ്പെട്ടു, ഏതാണ്ട് 100 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് വേണ്ടി വന്നാൽ ഇതിനകത്ത് ഭീകര സംഘടനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടാൽ UAPA ഉൾപ്പെടെ ചുമത്തും. അപ്പോൾ ഇവിടുന്ന് അച്ഛൻ അനുവദിച്ചിട്ട് ഞാൻ ദില്ലിയിൽ സമരത്തിന് പോയി, അച്ഛൻ എൻ്റെ കല്ലേറ് കണ്ട് അഭിമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില പെൺകിടാങ്ങൾ ഇട്ട പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് കൂട്ടത്തോടെ മോദിയെ വീഴ്ത്താൻ പോയവർ ഒക്കെ അനുഭവിക്കും. ഇതെങ്ങനെ കൃത്യമായി മലയാളികളാണ് 126 പേരുണ്ട് എന്ന് കണ്ടെത്തി എന്നൊക്കെ ചോദ്യം സ്വാഭാവികമാണ്. ചുമ്മാ ഒരു തള്ളിനൊരു നമ്പർ പറയുകയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. അങ്ങനെയൊന്നും അല്ല. ഇന്നലെ നിലവിളി എന്തായിരുന്നു? ഡൽഹി പോലീസ് എന്ത് ചെയ്യുന്നു? കണ്ണടകളിൽ മെറ്റാ ഗ്ലാസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ മെറ്റയുടെ കണ്ണട ഉപയോഗിക്കുന്നു. മെറ്റയുടെ കണ്ണട വെച്ചാൽ എന്താണ്? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടും. പോലീസുകാർ ആ കണ്ണട വെച്ചിരിക്കുന്നു. അതുകൂടാതെ CCTV ക്യാമറകളുണ്ട്, പോലീസിൻ്റെ ഷോൾഡർ ക്യാമറകളുണ്ട്. ഇതെല്ലാം കൊണ്ട് അവിടെ നടന്ന മുഴുവൻ ദൃശ്യങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ്, ഒരു അഭിമാനിയായ ഒരു മലപ്പുറം സുഡാപ്പയുടെ പോസ്റ്റ് കണ്ടു. കാരണം പോലീസിൻ്റെ ഒരു വണ്ടി ഓടുന്നു, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് നീല ഉടുപ്പിട്ട ഒരുത്തനും വാളും പിടിച്ചു നിൽക്കുന്നു. ഹമ്പ കണ്ടില്ലേ, ഡൽഹിയിലെ ആൺകുട്ടികളെ കണ്ടില്ലേ എന്ന് പറയുന്നു. ഈ പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്ന് വാളും പിടിച്ച് നിന്നവൻ ഇനി നിലത്ത് നിൽക്കാതെ ഓടുന്ന ദിവസങ്ങളാണ് വരുന്നത്. ഇതൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന, കൈയടിക്കുന്ന ആളുകൾ, കാരണം ഒരു ദിവസം വരും, തിരിച്ചു വരും, തിരിച്ചടി ഉണ്ടാവും. പോലീസ് തിരിച്ചു പോയാൽ പോയതുപോലെ പോലീസ് തിരിച്ചു വരും. അത് ഡൽഹി പോലീസാണെങ്കിലും കേരള പോലീസാണെങ്കിലും നിങ്ങൾ പോലീസിനെ അടിച്ചോടിച്ചാൽ ചിലപ്പോൾ ആളെണ്ണത്തിൽ കുറവായ പോലീസ് തിരിച്ചു പോകും. പക്ഷെ പിന്നെ ഒരു വരവുണ്ട്, കടൽ വരുന്നത് പോലെ അനുഭവിക്കേണ്ടി വരും. കാരണം അത് ഭരണകൂടം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. പോലീസ് എന്ന് പറയുന്ന സംവിധാനം ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അധികാര സ്ഥാപനമൊന്നുമല്ല. പക്ഷെ അവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സംസ്ഥാന സർക്കാരിനും ഒരു കേന്ദ്ര സർക്കാരിനും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി പോലീസിൻ്റെ ഊഴമാണ്. സമരക്കാർക്ക് നാളെയും ചർച്ചയുണ്ട്. പക്ഷേ ഇന്ന് അസന്നിഗ്ധമായി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നു താൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. പിന്നെ രാജിവെച്ചാലേ സമരം തീരൂ എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, സമരം മുന്നോട്ട് വെച്ച ആവശ്യം, പ്രധാനപ്പെട്ട ആവശ്യം രാജിയാണെങ്കിൽ ആ രാജി നടപ്പില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോനം വാങ്ചുക്കിനെ ഇപ്പോൾ തെറിയല്ലേ? സോനം പറയുന്നു സമരത്തിൻ്റെ പർപ്പസ് കഴിഞ്ഞു, പരീക്ഷയും കഴിഞ്ഞു, അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഇനിയിപ്പം ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു, നടപ്പാക്കുകയാണ്. സൽമാൻ ഖാനും പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനി വീട്ടിൽ പോകൂ, അക്രമത്തിൽ പങ്കെടുക്കരുത്, അക്രമകാരികളാവരുത് എന്ന് പറയുന്നു. ഇനി വീട്ടിൽ പോകണമെന്ന് സോനം വാങ്ചുക്ക്, നിങ്ങൾ ഇന്നലെ വരെ നേതാവായിട്ട് കൊണ്ടുവരുന്ന ആളല്ലേ, സോനം പറയുമ്പോൾ എന്താ കേൾക്കാൻ ബുദ്ധിമുട്ട്? സോനത്തിൻ്റെ ജീവന് വേണ്ടി ഞങ്ങൾ പോരാടുന്നു എന്നല്ലേ പറഞ്ഞത്? സോനം വാങ്ചുക്ക് പറഞ്ഞിട്ട് പോകുന്നില്ല, സോനത്തിനെ തെറി വിളിക്കുന്നു, സോനത്തിൻ്റെ ഭാര്യ ഗീതാഞ്ജലി തെറി വിളിക്കുന്നു. അപ്പോൾ ഈ സമരത്തിൻ്റെ ലക്ഷ്യം നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ കുഴപ്പങ്ങളും അത് പരിഹരിക്കുന്നതുമല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. പോലീസിൻ്റെ പക്കൽ എല്ലാ ദൃശ്യങ്ങളുടെയും CCTV ഉണ്ട്. ഇന്നലെ ചിത്രങ്ങളുണ്ടല്ലേ മറിച്ചിട്ട പോലീസ് വണ്ടികൾ. ഫോറൻസിക് വിഭാഗം പരിശോധിക്കുകയാണ്. ഫോറൻസിക് വിഭാഗം വന്നിട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് നോക്കും. ഫിംഗർ പ്രിൻ്റ് കിട്ടിയാൽ മതി എന്ന് ഇന്നത്തെ കാലത്ത്. കാരണം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഏതാണ്ട് എല്ലാവരുടെ കയ്യിലും ആധാറുണ്ട്. ബയോമെട്രിക് അനുസരിച്ച് ആധാർ ഉണ്ടെങ്കിൽ ഒരു വിരലടയാളം കിട്ടിയാൽ അത് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ നിമിഷങ്ങൾ മാത്രം മതി. ഒരുപാട് മലയാളികളുടെ വിരൽപ്പാടുകൾ തകർക്കപ്പെട്ട പോലീസ് വാഹനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജനനത്തീയതി ഉൾപ്പെടെ മേൽവിലാസം ഉൾപ്പെടെ പോലീസിൻ്റെ കയ്യിലുണ്ട്. പിന്നെ മുഖം തിരിച്ചറിയുന്ന സംവിധാനമുണ്ട്, ഫേസ് റെക്കഗ്നൈസേഷൻ ടൂൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്നതാണ്. അതുപയോഗിച്ച് മുഖത്തിൻ്റെ ചിത്രം കിട്ടിയാൽ പണം ആധാറിന് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, എലക്ഷൻ ID വേണ്ടി കൊടുത്തിട്ടില്ലേ, പാൻ കാർഡിന് വേണ്ടി കൊടുത്തിട്ടില്ലേ, കണ്ടുപിടിക്കാൻ നിമിഷങ്ങൾ മതി. ജാതകം ഉൾപ്പെടെ കിട്ടും, ജാതകം ഉൾപ്പെടെ. അപ്പോൾ ഇനി പോലീസിൻ്റെ ഊഴമാണ്.
ഡൽഹി കത്തിച്ചേക്കാം. ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയും പോലെ അത്ര നിസാരമായിട്ട് മോദിയെ ഇറക്കി വിടാൻ പാർലമെൻറ്റ് തകർത്തേക്കാം. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാം. എന്നിട്ട് അവിടെ തവിടുപൊടിയാക്കി മോദിയെ ഒന്നെങ്കിൽ വധിക്കാം, അല്ലെങ്കിൽ മോദി ഓടിപ്പോവും എന്നൊക്കെ കരുതി സമരത്തിനിറങ്ങിയ പിള്ളേരുണ്ടല്ലോ, ഇനി അനുഭവിക്കാൻ പോവാം. പാസ്പോർട്ട് കിട്ടത്തില്ല. ഒരു ജോലിക്ക് പോകാൻ കേസിൽ NSA പ്രകാരം കേസെടുത്ത് UAPA കൂടി ചുമത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. നിങ്ങളുടെ നാട്ടിൽ ഭരിക്കുന്നത് ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും. പക്ഷേ കേസ് ഉണ്ടെങ്കിൽ പോലീസിന് ആ ഡോക്യുമെൻ്റ് വെച്ച് സർട്ടിഫിക്കറ്റിൽ അത് രേഖപ്പെടുത്തിയേ കൊടുക്കാൻ പറ്റുള്ളൂ. കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, പ്രൈവറ്റ് ജോലി കിട്ടത്തില്ല, മൾട്ടിനാഷണൽ കമ്പനികളിൽ കിട്ടത്തില്ല, സർക്കാർ ജോലിയെ അന്വേഷിക്കുകയേ വേണ്ട. മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എന്തെല്ലാം സ്വപ്നങ്ങളാണ് തകർന്ന് വീഴാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സർക്കാരിനെ ഇപ്പോൾ വീഴിക്കാം എന്ന് കരുതി നിങ്ങൾ ഈ പിച്ചയെടുത്ത് ജീവിക്കുന്ന ബംഗ്ലാദേശിനെയൊക്കെ കണ്ടിട്ട് ചാടി ഇറങ്ങി പോയ ആളുകൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് കുറേ ആളുകൾ മക്കളെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ, കുറേ സഖാക്കന്മാരും കുറേ ഇസ്ലാമിസ്റ്റുകളും പോയി മോദിയെ തീർത്തിട്ട് പാടാന്ന്. മക്കളുടെ ജീവിതം പോയി കേട്ടോ. ഏതായാലും ദില്ലി പോലീസ് നല്ല ഉഷാറായിട്ട് പണി തുടങ്ങുകയാണ്. ഇനി പോലീസിൻ്റെ പണിയാണ്. സമരത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ അഭിജിത് ദീപ്കെ ഇനി നാളെ വരെ 24 മണിക്കൂർ സമയമാണ് കൊടുത്തിരിക്കുന്നത്. നാളെ കൂടുതൽ ശക്തമായി സമരം നടത്തുമെന്നൊക്കെ തീരുമാനിച്ചാൽ രൂപം മാറും, ഭാവം മാറും എന്നൊക്കെ പറയും മുദ്രാവാക്യമില്ലേ. സമരത്തിൻ്റെ രൂപം മാറും, സൂചന 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 മാത്രം. കണ്ടത് സൂചനയാണ്. ട്രെയിലർ പിക്ചർ അബീബി ബാക്കിയെ. വേണമെങ്കിൽ വീട്ടിൽ പോടാ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ അടിച്ച് നിൻ്റെ പുറം പൊളിക്കും എന്ന് ദില്ലി പോലീസ് പറയുന്ന ദിവസം വരാൻ പോകുന്നു, മണിക്കൂറുകൾ വരാൻ പോകുന്നു. തീഹാർ ചിലരെ കാത്തിരിക്കുന്നുണ്ട്. ഉറപ്പാണ് കേരളത്തിൽ നിന്നുള്ള മലയാളികൾക്ക് കുറച്ചു കാലം തീഹാറിൻ്റെ അകം കാണാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളോട് പറയാം. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യണേ.